പിണറായി പദ്ധതിയിൽ ഉൾപ്പെട്ട യുവ കർഷകരെ സർക്കാർ കബളിപ്പിച്ചു എന്നാണ് പരാതി. ക്ഷീരവികസന വകുപ്പിനെ വിശ്വസിച്ച് ഫാം തുടങ്ങിയ കർഷകർ ഇപ്പോൾ കടക്കെണിയിലാണ്. 40% സബ്സിഡി ക്ഷീരവികസന വകുപ്പ് വാഗ്ദാനം ചെയ്തെങ്കിലും ₹1 പോലും കിട്ടിയിട്ടില്ല എന്നാണ് ആരോപണം. MSDP പദ്ധതി പ്രകാരം 2024-25 വർഷത്തെ പത്തനംതിട്ട ജില്ലയിലെ ഗുണഭോക്താവായിരുന്നു അടൂർ നെല്ലിമുകൾ സ്വദേശിനി അശ്വതി. യുവസംരംഭകർക്കായി ക്ഷീരവികസന വകുപ്പ് ഒരുക്കിയതാണ് പദ്ധതി. 10 പശുക്കളെ ഉൾപ്പെടുത്തി ഫാം തുടങ്ങണം. ആകെ വരുന്ന ചെലവിന്റെ 40% സർക്കാർ വഹിക്കും. 11,60,000 രൂപയായിരുന്നു ആകെ ചിലവ്. 4,64,000 രൂപ സബ്സിഡി ലഭിക്കണം. എന്നാൽ ₹1 പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല. പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ചെന്നാണ് അന്വേഷിച്ചപ്പോൾ ലഭിച്ച മറുപടി. പദ്ധതി കാശില്ലാത്ത മൂലം നിർത്തിവെച്ചിരിക്കുകയാണ് പറഞ്ഞേക്കുന്നത്. എപ്പോൾ സ്റ്റാർട്ട് ചെയ്താലും അത് നമുക്ക് മുൻഗണന പ്രകാരം തന്നിട്ടേ ആ പുതിയൊരാൾക്ക് കൊടുക്കത്തുള്ളൂ പറഞ്ഞത്. പക്ഷേ അത് ആ വർഷത്തെ പ്രോജക്റ്റിന്റെ സമയവും കഴിഞ്ഞു പോയി. ഇപ്പം ഈ 2025-26 വർഷത്തേക്കുള്ള പുതിയ പ്രോജക്റ്റും ഇതേ പേരിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ ചോദ്യവുമായിട്ട് ചെല്ലുന്നത്. ഇതിന് നേരെ നമുക്കിപ്പോൾ കിട്ടും നോക്കി ഇരുന്നിട്ടുള്ള സ്കീമാണ് അത്. അപ്പോൾ പൈസ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുമല്ല. മുന്നേ ₹1 പോലും നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടിയിട്ടില്ല. വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. പദ്ധതി പ്രകാരം അശ്വതിയെ തിരഞ്ഞെടുത്തിട്ടില്ല എന്നായിരുന്നു ക്ഷീരവികസന ഡയറക്ടർ നൽകിയ മറുപടി. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ക്ഷീരവികസന വകുപ്പ് ജില്ലാ ഓഫീസർ നേരിട്ട് വീട്ടിലെത്തിയാണ് പദ്ധതിയിലേക്ക് തെരഞ്ഞെടുത്തതായി അറിയിച്ചത്. 11.5 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് ഫാം ആരംഭിച്ച ശേഷമാണ് പറക്കോട് ക്ഷീരവികസന വകുപ്പ് ബ്ലോക്ക് ഓഫീസിൽ നിന്ന് താൽക്കാലികമായി പദ്ധതി നിർത്തിവെച്ച അറിയിപ്പ് ലഭിക്കുന്നത്. ക്ഷീരശ്രീ പോർട്ടൽ മുഖേനയാണ് നമ്മളിത് കൊടുക്കുന്നത്. ആ ക്ഷീരശ്രീ പോർട്ടൽ മുഖേന കൊടുത്തത് ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 3 വർഷത്തേക്ക് വീണ്ടും കൊടുക്കാൻ പറ്റില്ലെന്നാണ് അന്നേരം പറഞ്ഞേക്കുന്നത്. അങ്ങനെ ആണെങ്കിലും നമുക്കിത് പദ്ധതി കിട്ടിയിട്ടില്ല. അവർ നമ്മളെ കൊണ്ടെല്ലാം ചെയ്യിച്ചു, നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞു. പക്ഷെ നമുക്കതിന്റെ പൈസയും വന്നിട്ടില്ല, നമുക്ക് കടവുമായി. സർക്കാർ വാഗ്ദാനം വിശ്വസിച്ച് ചതിക്കപ്പെട്ടെന്ന് അശ്വതിയും കുടുംബവും പറയുന്നു. ലഭിക്കുന്ന വരുമാനം പലിശ അടയ്ക്കാൻ മാത്രമാണ് തികയുന്നത്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് മറ്റു ചിലർക്ക് പണം നൽകിയെന്നാണ് ആരോപണം. പദ്ധതി പുനരാരംഭിക്കുമ്പോൾ ആദ്യ ഉപഭോക്താവെന്ന നിലയിൽ തിരഞ്ഞെടുക്കാമെന്ന ഉറപ്പും പാഴ്വാക്കായി. ന്യൂസ് മലയാളം, പത്തനംതിട്ട.